ഹായ് മഞ്ഞക്കിളി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ ഇന്ന് ശ്വേത ചേച്ചിനെ കാണാൻ വേണ്ടി. അപ്പൊ എന്തായാലും മഞ്ഞക്കിളിയോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മുടെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ചിരിക്കൂട്ടം റെഡിയാണ്. ഇനി ഏവരും കാത്തിരിക്കുന്ന നാട്ടുകൂട്ടം നമുക്ക് പരിചയപ്പെടണ്ടേ? ഒരു വലിയ ഹായ് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹായ് കിട്ടും. 1 2 3. ഇത് ആരാ എത്തിയിരിക്കുന്നത്? കാടമുറി CMS LP സ്കൂളിലെ പിള്ളേരല്ല വ്ളോഗേഴ്സ് ആണോ? എന്റെ ദൈവമേ, നിങ്ങള് മറ്റേ ഫോണിലൊക്കെ കാണുമ്പോ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഒച്ചത്തിലേക്കാണ്. ഇവിടെ എല്ലാരും ഭയങ്കര പാവമായിട്ടാണോ നിക്കുന്നേ? ഇല്ല, അഭിയാനന്നല്ലായിരുന്നോ പേര് മോളുടെ? ഹായ് പറഞ്ഞേ. ഈ സൗണ്ട് ഇങ്ങനെയല്ല ശരിക്കും. ഇതെന്താന്നുള്ള പ്രേക്ഷകർ ഇപ്പൊ ആകാംക്ഷയുടെ കാത്തിരിക്കുവാണെങ്കിൽ ഒരു ചിന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ ആണ്, ശിശുദിനം. അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ. ഇത് കൊണ്ടോ ആഭരണങ്ങളും ഇതെല്ലാം തൂക്കിയിട്ടാക്കുവാണ് കേട്ടോ. എല്ലാവരും ചെറിയ നെഹ്റുമാരും എല്ലാവരും ഇച്ചിരി കഴിയുമ്പോ ഞങ്ങൾക്ക് റാലിയൊക്കെ ഉണ്ട്. പായസം ഉച്ച കഴിഞ്ഞ് പായസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശം പാട്ടൊക്കെ. അതെ, ഇനി അങ്ങനത്തുള്ള ചെറിയ നെഹ്റുമാരുടെ വീഡിയോ ഒക്കെ ഇനി പിള്ളേരെയൊക്കെ കണ്ടോ? ഞങ്ങളുടെ ചെറിയ നെഹ്റുമാരാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ നെഹ്റുമാര്. ചെറിയ സാർ വെള്ളയൊന്നും ഇട്ടിട്ടില്ല, ബാക്കി എല്ലാവരും വെള്ളയാണ്. അടിപൊളി അടിപൊളി. ആ ഒരു വൈബ് നോക്കണേ. ഹെഡ് മാസ്റ്റർ തന്നെ എന്നതിലൊക്കെ ആയിക്കോട്ടെ. നമ്മളൊക്കെ പഠിക്കുമ്പോ ഹെഡ് മാസ്റ്ററിന്റെ ഒരു നിഴല് കണ്ടാൽ നമ്മൾ ഓടും. ഈ പറഞ്ഞ ഹെഡ് മാസ്റ്റർ ആണ് അതേ ആയിരിക്കുന്നത്. റോയ് സാറേ, ഹലോ, എങ്ങനെയുണ്ട് വൈബ്? സെറ്റ് വൈബാണോ? സെറ്റ് വൈബാണ്. വളരെ സന്തോഷം ആണ്. അല്ല, ഈ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ജെറിൻ മാഷാരോ? ഇതാണോ ജെറിൻ സാറാണ്? ജെറിൻ സാറാണോ ആദ്യം ഇങ്ങനെ ഒരു വ്ളോഗ് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നേ? ഇത് സത്യത്തിൽ നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിക്കുന്ന ഒരു ടൈമില് നമ്മൾ വെറുതെ ഒരു ഫോൺ കൊടുത്തിട്ട് ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാൻ പറഞ്ഞ. അപ്പോഴാണ് ആരോണ്ട് വീട്ടിലാണ് ആദ്യമേ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് ആ ഒരു വീഡിയോ എടുത്തതാ. ആ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് പോയത്. അല്ല, വേറെ കാര്യം അപ്ഡേഷൻ എന്നുകൊണ്ടാണ്. കാരണം പണ്ട് സ്കൂളുകളിൽ ഫോൺ ഉണ്ടായിട്ട് പോലും ഫോൺ കയറ്റൂല, അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റൂല. നമ്മൾ പണ്ട് പഠിച്ച ഒന്നും ഇപ്പം പാഠ്യ വിഷയത്തിലേ ഇല്ല. വൃത്തം വ്യാകരണമൊക്കെ എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. ഫ്രീഡം ഇല്ല. തീർച്ചയായിട്ടും. പക്ഷെ ഇതിനെല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ് മാസ്റ്ററിന് ഒരു വലിയൊരു കൈയടി. അതെ 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 അതെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ HMഉം ഞങ്ങളുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കള് അവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. എഡ്യൂക്കേഷനിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലാണെങ്കിലും നിങ്ങൾ എല്ലാ കാര്യവും ഒരേപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് മാത്രമല്ല, ഇനി സ്കൂളിലെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും മറ്റ് സ്കൂളുകളിലെ, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ പ്രിൻസിപ്പൽസ് മാനേജ്മെന്റ് കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതൊരു ഭാഗമാക്കാം. അങ്ങനെയാണെങ്കിൽ പിള്ളേരും ഹാപ്പി ആവും. എല്ലാവരും ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും, പിള്ളേർക്കും നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ചാനലുകളിൽ വരുന്ന എന്റർടൈൻമെന്റ് ഷോസ്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോ മസ്റ്റായിട്ടും പിള്ളേർ കണ്ടിരിക്കേണ്ടതാണ്. ആണ് അല്ലേ? പിന്നെ ആണെന്ന് പറ മക്കളെ. അതെ. എന്നാ ഉണ്ട്? ചിരിക്കാൻ റെഡിയാണോ? റെഡിയാ എങ്കിൽ ദാ ചൂടപ്പം പോലെ നല്ല ചിരിക്കാൻ അടിപൊളി സ്കിറ്റ് വരും. ഹലോ ഹലോ, പ്രശസ്ത മെന്റലിസ്റ്റ് മകരന്ത് ഭാസ്കർ. ആരാണ്? പ്രശസ്ത മെന്റലിസ്റ്റ് മകരന്ത് ഭാസ്കർ. അല്ല, എന്തിനു വിളിച്ചത്? അല്ല, ഒന്നുമില്ല, ക്യാരക്ടർ രജിസ്റ്റർ ആക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ ഞാൻ ആരാണ്? മകരന്ത് ഭാസ്കർ, പ്രശസ്ത മെന്റലിസ്റ്റ്. താങ്ക് യു. ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാൻ പെടുന്ന പാടേ. കേറി വരൂ. നിങ്ങൾ എന്തോന്ന് കാണിച്ചേ? ഞാനിപ്പോ ഒരാളെ വിളിച്ചു, എന്റെ പേര് രജിസ്റ്റർ ചെയ്തു, എന്റെ ക്യാരക്ടറും രജിസ്റ്റർ ചെയ്തു. അതല്ല, ഇന്നലെ ഓഡിറ്റോറിയം കാണിച്ചേ. അയ്യോ, എന്റെ പുതിയ മെന്റലിസ്റ്റ് ഷോ. എന്തോന്ന്? 6th Sense 2K26. നല്ലതായിരുന്നല്ലേ? അതെ, ഇന്നലെ എന്റെ പെങ്ങളും അളിയനോടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെങ്ങൾ ഒളിയന്മാരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ പെങ്ങളെടുത്ത് നിങ്ങളൊരു ഐറ്റം കാണിച്ചു. അതായത് എന്റെ പെങ്ങളെടുത്ത് പറഞ്ഞു അളിയനെ മോഹൻലാലായിട്ട് കാണിച്ചു തരാം. ആ കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞു, ലാലേട്ടനെ കാണണമെന്ന്. ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. നിങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം എന്റെ പെങ്ങൾ ഇപ്പോഴും മോഹൻലാലായിട്ട് കാണാൻ എന്റെ അളിയനെ.
ഓ അതെങ്ങനെ ശരിയാവും? അതായത് അളിയനെ ഇപ്പം തലമുടി ചെയ്യിക്കുന്നു, മീശ പിടിക്കുന്നു, കണ്ണാടി വെക്കുന്നു. അതാണ് അവസ്ഥ. എന്റെ പെങ്ങൾക്ക് എന്തോ പറ്റി അറിയാമോ? 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അത് മാറി. 5 മിനിറ്റ് മാറിയില്ല. മാറിയില്ലെന്ന്. രാത്രി 12 മണിക്ക് ഞാൻ നോക്കിയപ്പോ അളി ഇരിക്കുന്നു ഹരിമുരളിൽ പാടിക്കുന്നു. മുറ്റത്ത് 6ാം നമ്പറിൽ മോഹൻലാലെന്ന് പറഞ്ഞു. പെങ്ങള് പാടിക്കുന്നു. പെങ്ങൾ പാടിക്കാണ്. മാത്രമല്ല മൃഗശാല അടച്ചോണ്ട് ഭാഗ്യമായി. ഇല്ല സിംഹത്തിന്റെ മടയെ കൊണ്ട് കയറ്റിയാണ് പാട്ട് പഠിക്കാൻ. പെങ്ങള് പിന്നെ ഇതെല്ലാം പോട്ട് നേരം വെളുത്തപ്പോ ചണച്ചാക്ക് കൊടുത്തോണ്ട് അളി നിൽക്കുന്നു. ചണച്ചാക്കെന്തിന്? ഗുരു സിനിമയിലെ മോഹൻലാലാണെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെയാണ് കാണുന്നതെന്ന്. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പെങ്ങളെ കൊണ്ടുവരും. ഒരു 5 മിനിറ്റ് സമയം തരും. ഞാനിപ്പോ ശരിയാക്കി തരാം. ഞാൻ എന്റെ അളിയനെ ബൈക്ക് കെട്ടി കൊണ്ട് വന്നിട്ടുണ്ട്. പെങ്ങള് പുറകെ പറഞ്ഞിട്ടുണ്ട്. വിളിക്കട്ടെ. വിളിച്ചോ ധൈര്യമായിട്ട് വിളിച്ചോ. അതേതോ ഒരു സ്വിച്ച് മാറിപ്പോയതാ ഇങ്ങനെ അടിച്ചപ്പോ. അല്ല ഇങ്ങനെ അടിച്ചപ്പോ ഒരു സ്വിച്ച് മാറിപ്പോയതാ. ഇപ്പൊ ഞാൻ വിളിക്കാം. വിളിച്ചോട്ടോ. അളിയോ അളിയോ ലാലേട്ടാ, അളിയനെ വിളിച്ച ലാലേട്ടാ. അളിയനെ വിളിച്ചപ്പോഴേ പെങ്ങാണ് വിളി കേട്ടത്. ആര് വന്നാലും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് ആ സ്വിച്ച് ഞാൻ ഇങ്ങനെ ആക്കി ശരിയാക്കി തരാം. വരാൻ പറ. എന്റെ ലാലേട്ടൻ എവിടെ? എന്റെ ലാലേട്ടൻ എവിടെ? ലാലേട്ടൻ വീട്ടിൽ കാണും. അതല്ല, നിന്റെ ബൈക്കിന്റെ പുറകിൽ എന്റെ ലാലേട്ടൻ വന്നു, നീ കൊണ്ടുവന്നു. അത് ലാലേട്ടല്ല, നിന്റെ ഭർത്താവ് ബാലേട്ടൻ. അത് ബാലേട്ടൻ എന്റെ ഭർത്താവ്. അതല്ല, നിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് വന്ന എന്റെ ലാലേട്ടൻ മോഹൻലാൽ. അല്ല അത് പങ്ങാളേട്ടൻ. പങ്ങാളെങ്കിലും പറഞ്ഞു. ഒന്നുമില്ല കുട്ടിക്ക് പോരാ. സാർ ഇന്നലെ സാറാണ്. ഓ മരവന്ത് ഭാസ്കർ സാറാണ് ഇന്നലെ എന്റെ ലാലേട്ടനെ കാണിച്ചത്. ഒന്നുമില്ല കുട്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒന്നുമില്ല വരൂ ഞാൻ പറയട്ടെ. കുട്ടിക്ക് ഇപ്പൊ ലാലേട്ടനെ കാണണം. അത്രയല്ലേ ഉള്ളൂ. ഒന്ന് പോവാ. ഇങ്ങനെ ശ്രദ്ധിക്കൂ. 3, 4 ആ സ്വിച്ചിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് വീഴും. ഞാനൊരു കാര്യം ചെയ്യട്ടെ. പെങ്ങൾ എണീക്കുമ്പോ അളിയൻ എന്തായിട്ട് കാണും? അളിയൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഈ കുട്ടി ഉറക്കമുണരുമ്പോൾ അവരുടെ ഭർത്താവിന്റെ പേരെന്താണ്? ബാലേട്ടനായിട്ട് കാണും. ഒരിക്കലും ലാലേട്ടനായിട്ട് കാണില്ല. ഇല്ല കാണില്ല. വിളിക്കട്ടെ. ഞാൻ ഉറപ്പ്. വിളിക്കൂ. അളിയോ അളിയോ പടിയത്തിലെ മോഹൻലാല് അല്ല പെണ്ണുമ്പിള്ളാണ് വിഷയമാണ്. അതുകൊണ്ടാണ് ഇത് മോഹൻലാൽ ഫാൻസ് അറിഞ്ഞോണ്ടല്ല. എന്റെ പെങ്ങള് വിധവയാവും അറിയാമോ? എന്തോന്നല്ലേ കാണിക്കണത്? അവൾ അറിഞ്ഞ വിഷയമാണ്. അതുകൊണ്ടാണ്. അവൾ അറിയൂല. അവള് മയങ്ങി. എനിക്ക് മനസ്സിലായി. ഇവന്റെ ഷോ കാണാൻ പോയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ഭാര്യ ഇവൻ മയക്കുന്നു. അങ്ങനെ മയങ്ങിയിരിക്കണം. ചേട്ടൻ ഒന്നുകൊണ്ട് നീ ഒറ്റ ഒരുത്താണ് കാരണം. പഞ്ചായത്ത് ഇലക്ഷന് ഒറ്റ വോട്ട് ജയിച്ച ആളാണ് ഞാൻ. ഈ കോലത്തിൽ പുറത്തിറങ്ങിയ പ്രതിപക്ഷം എന്ത് വിചാരിക്കും? പഞ്ചായത്തിൽ പന്നി ഇറങ്ങി ഞാൻ എങ്ങനെ ജനങ്ങളെ രക്ഷപ്പെടുത്തും? എന്നെ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടുത്തണം. ചേട്ടാ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ എന്താ മയക്കി ഇരുത്തിയൊക്കെയാണ്. ഉണരുമ്പോൾ ഒരിക്കലും ചേട്ടനെ ലാലേട്ടനായിട്ട് കാണില്ല. ചേട്ടനെ ബാലേട്ടനായിട്ട് കാണും. കുട്ടി ഉണരുകയാണ്. 3, 4 സാർ എന്റെ ലാലേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ തെറ്റാവും. ഏട്ടാ എന്റെ ലാലേട്ടാ. ശ്രദ്ധിക്കൂ ലാലേട്ടൻ. പിന്നെ ശ്രദ്ധിക്കൂ ലാലേട്ടനെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചവിട്ടി തിരുവണം. നമുക്ക് എന്ത് വേണം? എണ്ണ വേണം. ഇരിക്കൂ, നമുക്ക് എണ്ണ കൊണ്ടുവരാം. 3, 4 എന്തെങ്കിലും ശരിയാക്കി താളി. ഇത് നടപടിയുള്ള കേസല്ല. മനസ്സിലായോ? എന്ത് ചെയ്യുമെന്ന് പറ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിലങ്ങ് ഉറച്ചുപോയി. അതാണ്. അതുകൊണ്ട് ഇനി ഒരു ലാലേട്ടനെ കൊണ്ടുവന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഞാൻ ലാലേട്ട ഈ കേസിന് വരാൻ വേണ്ടിയിരിക്കല്ലേ. ഞാൻ ഒന്ന് ശ്രമിച്ചാലോ? എന്തിന്? ഈ സൈഡ് നോക്കിയാൽ ഒരു ലാലേട്ടന്റെ ഫിഗറില്ലേ? ആ സൈഡിൽ നിന്ന് മാറിയില്ല. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതേ ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചിട്ട് പറ. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടല്ലോ ആലോചിച്ചിട്ട്. ഒറിജിനൽ ലാലേട്ടൻ വന്നാൽ പോലും ശരിയാവും തോന്നല്ല. എങ്ങനെ? ഒറിജിനൽ ലാലേട്ടൻ വന്നാൽ പോലും ഇവള് ശരിയാവും തോന്നല്ല. ഇപ്പൊ എന്താ പറഞ്ഞേ? ഒറിജിനൽ ലാലേട്ടൻ വന്നാൽ പോലും ഇവള് ശരിയാവും തോന്നുന്നു. ക്ലിക്കായോ സാധനം? അങ്ങനെ ക്ലിക്കായി. എനിക്കൊരു ഐഡിയ ഒന്നും. എന്തോന്നു? ഒറിജിനൽ വരണ്ട, നമുക്കൊരു ഡ്യൂപ്പിനെ ഇറക്കിയാലോ? ഡ്യൂപ്പ് വന്ന് നിന്നിട്ട് ഞാനാണ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ കുട്ടി ഈ ബാലേട്ടനെ കാണുമ്പോൾ മോഹൻലാൽ ആണെന്ന് തോന്നില്ല. അത് കൊള്ളാം. അത് നല്ല ഐഡിയ ആണ്. അത് കൊള്ളാം. പിന്നെ എവിടെ പോകുന്നുള്ളതാണ്. ഞാനൊന്ന് ശ്രമിച്ചാലോ? ഞാൻ പറഞ്ഞില്ല ഇയാൾ ആഘോഷിക്കുക. എന്ത് ചെയ്യും എന്റെ ഒരു വിധിയെ. അങ്ങോട്ട്
ഞാനൊക്കെ വിട്ടതാ ഇല്ലില്ല ചുമ്മാ ഇരിക്കുന്നു. അതല്ല നിങ്ങൾ എന്തോന്ന് കാണിക്കണം. ഒരു കുടുംബത്തിൽ വിഷയം നടക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നൊന്ന് രക്ഷപ്പെടുത്തണ്ടേ നമ്മളെയൊക്കെ. ഇല്ലില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതോ കേരളത്തിലെ ഏറ്റവും നല്ല മോഹൻലാലിനുള്ള അവാർഡ് പൊന്നാട കിളിമാനൂരിന്ന് ചെറുക്കിവത്ത് പോത്തങ്കോട് നാടി പിന്നെ കവലൂരി ചെളി ചാട്ടി കല്ലറ അനി ടി വി അവാർഡ് പിന്നെ കല്ലറ അനി ടി വി അവാർഡ് വരെ കിട്ടിയ നിങ്ങൾ ചെന്നാലേ ഇത് നടക്കുള്ളൂ ചെല്ല്. അപ്പൊ ഞാനിപ്പോ ചെല്ലേട്ടാ അല്ല ഒറ്റ നിമിഷം എന്നിട്ട് തിരിഞ്ഞ് എങ്ങനെ വന്നിട്ട് മോഹൻലാലാവാൻ പറ്റണ കേരളത്തിൽ ഒരേ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഈ വല്ല വിഷയത്തിൽ നമ്മൾ ഇടപെടണം. ചെല്ലേട്ടാ ചെല്ല് പറ, ആരെങ്കിലും ചേച്ചി ഒന്ന് പറഞ്ഞു അതെ അതെ അഖിൽ ഒന്ന് നിങ്ങൾ ചേച്ചി പറയണേ പോവാ. അതെ 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 പോണം അഖിൽ. ഇപ്പൊ ഞാൻ ചെന്നാലേ ഇതൊക്കെ മാറുന്നുള്ളെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്തു പ്ലീസ് കേട്ടോ, പെട്ടിയായിട്ട് വന്നിട്ടാണ് മറുപടി കാണാമോ അല്ല അത് എന്റെ കോസ്റ്റ്യൂമാണ്. ഞാൻ എവിടെ പോയാലും ഈ പെട്ടി കൊണ്ടുപോകും. കാരണം എവിടെയാണ് ഇത് ആവശ്യം വരുന്നത് പറയാൻ പറ്റൂല. കാരണം പലയിടത്തും ഞാൻ എന്റെ മോഹൻലാൽ വെച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് കേട്ടാ ഇവിടെ ഇങ്ങോട്ട് വന്നു. ഒന്നുകൊണ്ട് പേടി പുള്ളി വരുന്നു കുട്ടിയെ ഞാൻ ഉണർത്തുന്നു വരുമ്പോ തന്നെ അതാണ് കണ്ട. വരുമ്പോ തന്നെ അതാണ്. അത് ഞാനാണ് മോഹൻലാലല്ല. ഇത് ഞാനാണ്. കറക്റ്റ് അറിയാട്ടോ അതെ നിങ്ങൾ ശ്രദ്ധിക്കണം മോഹൻലാൽ ആയിട്ടില്ല ആയിട്ടില്ല. അപ്പൊ എന്തായിരിക്കും അതാ പറഞ്ഞ സാറേ അതായത് വേറെ ഒന്നുമില്ല. സാർ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം അവിടെ ഇങ്ങനെ ഞാൻ സാധനം കാണിക്കും. അപ്പം എഴുന്നേറ്റ് വരുമ്പം സാറ് പറയണം മോളെ ഈ ടിക്കോ നാഗരെ വാങ്ങിയായിട്ട് എല്ലാം പഠിച്ചല്ലേ. ഒറ്റ സെക്കൻഡ്. ദൈവമേ കുട്ടി ഉണരുകയാണ് 3/4 അയ്യോ ലാലേട്ടൻ. ആ കൈ. ലാലേട്ടൻ. എത്ര നേരമായി ലാലേട്ടാ? എത്ര ലാലേട്ട് ഇവിടെ ലാലേട്ട് ഇവിടെ നിൽക്കുന്നു. ഞാൻ ലാലേട്ട് ഇവിടെ നിൽക്കുന്നു. ഇതാര്? ലാലേട്ടെ കണ്ണാടി വെച്ചില്ല. എന്നൊന്ന് മൂത്രം ഒഴിപ്പിക്കാൻ വിടുവോ പ്ലീസ് ധാരാവി ഒഴിപ്പിക്കാം. ഇപ്പൊ നമുക്ക് ധാരാവി ഒഴിപ്പിക്കണം. ധാരാവി ഒഴിപ്പിക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? എവിടെ പോണം? ബോംബെ പോകണം. ബോംബെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിൻ കയറണം. ട്രെയിൻ കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3/4 എന്താണ് സംഭവിച്ചത്? കണ്ണാടി വെക്കാൻ മറന്നുപോയി. അതല്ലേ, അതാണ് കണ്ണാടി വെക്കാത്തോണ്ടാണ്. കണ്ണാടി വെക്കാൻ പക്ക ഇടയായി. പിന്നെ നോക്കിക്കോ. ഇപ്പൊ നോക്കിക്കോണേ. രോമം കണ്ട ഇല്ലല്ലോ എണീറ്റിരിക്കാൻ. ഒരു കാര്യം ചെയ്യാം. നമുക്ക് മനുഷ്യത്താഴ് പിടിക്കാം. മനുഷ്യത്താഴ്. അതിന്റെ പഴം തമിഴ് പാട്ട് പിടിച്ചോ. 3/4 അയ്യോ ലാലേട്ടൻ, എനിക്ക് വയ്യ ലാലേട്ടാ. ധാരാവി ഒഴിപ്പിക്കാൻ പോട്ടെ. അതെ മോഹൻലാൽ ക്ഷമ ചോദിക്കാൻ ആൻസി എന്ത് തെറ്റാ ചെയ്തത്? ആൻസിക്ക് ഫോണിൽ പിരിഞ്ഞു മൈ ഫോൺ നമ്പർ ഈസ് 2255. ചെങ്കണ്ണാടാ നിനക്ക്. ചെങ്കണ്ണാ നീ എന്തൊരു കണ്ണാടിയൊക്കെ വെച്ചോണ്ട് നടക്കണത്? മോഹൻലാല് നിനക്ക് വയ്യടാ നിനക്ക്. ഇവ എന്താ മരുന്നൊക്കെ മാറി കഴിച്ച മരുന്ന് മാറി കഴിച്ചു. അപ്പൊ മരുന്ന് മാറി കഴിക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? മെഡിക്കൽ കോളേജ് പോകണം. മെഡിക്കൽ കോളേജ് പോയി നമ്മൾ എവിടെ പോകണം? മെഡിക്കൽ ഷോപ്പിൽ പോകണം. മെഡിക്കൽ ഷോപ്പിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3/4 എനിക്ക് വയ്യൊക്കെയാണ്. നടക്കൂലാണ് ഇത്. ഇട്ടോണ്ടോ കോസ്റ്റ്യൂം ഒന്നും? അതെങ്ങനെ മോഹൻലാലോ? കോസ്റ്റ്യൂം ഉണ്ട്. കോസ്റ്റ്യൂം ഇടാത്തോ? അതാണ് കോസ്റ്റ്യൂമാണ്. ഞാൻ പറഞ്ഞില്ല അത് കോസ്റ്റ്യൂമിന്റെ ചെറിയ വിഷയം. കോസ്റ്റ്യൂം ഉണ്ട്. നമ്മൾ ഇട്ടോണ്ടുന്ന ഡ്രസ്സിൽ മോഹൻലാൽ വന്നാൽ പോലും അറിയില്ല. ഇത് ഏതാണ് സാറേ? ഏതാണ് സാറേ ചെയ്യാൻ പോണത്? ആഘോഷിക്കല്ല, അർമാദിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് വേണ്ട സാറേ. ഞാൻ വേണമെങ്കിൽ മ്യൂസിക് ഇടാം കേട്ടോ സാറേ. ഈ അധിക നേരം ഇങ്ങനെ ടിക്കോല് നിൽക്കൂല, നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണാടി ഓക്കെയാണ്, സെറ്റാണ്. ഓ ഇപ്പൊ സെറ്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു മോഹൻലാലിന്റെ പാട്ട് അറിഞ്ഞൂടെ? കസ്തൂരി റെഡിയാണോ? ടിക്കോ ആക്കട്ടെ. ഞാൻ എന്റെ ടിക്കോ ഒന്ന് കഴിഞ്ഞോ? ഓക്കെയാണ്. കണ്ടാ മോഹൻലാല്. പ്രച്ഛന്ന വേഷ മത്സരം
ഇത് കസ്തൂരിയിലെ മോഹൻലാല്. ഞാൻ പറഞ്ഞില്ലേ ഇവൻ എന്തോ കുഴപ്പമുണ്ട് ഇവന്റെ വീട്ടുകാരെ വിളിച്ച് പറ മരുന്ന് എന്തോ മാറി കഴിച്ചവൻ. മോഹൻലാല് മോഹൻലാല എന്റെ ലാലേട്ടൻ താണ്ട നിക്കണേ. എന്റെ ലാലേട്ടൻ ലാലേട്ടാ വാ. നമുക്ക് നകുലനെ രക്ഷപ്പെടുത്തണ്ടേ. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടോട്ടെ ഇവിടുന്ന്? നാഗവല്ലി ഡാൻസ് കളിച്ചോണ്ടിരിക്കും. നാഗവല്ലി നാഗവല്ലിയെ നമുക്ക് പൂട്ടണം. പൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? പൂട്ട് മേടിക്കണം. പൂട്ട് മേടിക്കാൻ നമ്മൾ എവിടെ പോകണം? ഹാർഡ്വെയറിൽ പോകണം. അതുകൊണ്ട് എനിക്ക് വൈകിട്ട് തക്കോട്ടി ഇത് എന്തൊരു മോഹൻലാൽ ഇത്? ഞാൻ നെല്ലില്ല ഒരു കാര്യം അവനാണ് നീ അല്ലണ്ട ഇത് ഇത്ര പക്ക മോഹൻലാൽ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. പിന്നെ എത്ര സ്റ്റേജ് ചെയ്ത് ക്ലിക്കായി സാധനം. മക്കളെ പറയാ മക്കളെ മോഹൻലാൽ ഓ, ഭാഗ്യം. അവർക്ക് മനസ്സിലായി. ഇത് MG ശ്രീകുമാറായിട്ടല്ലോ തോന്നിക്കണം. അങ്ങനെ ഇല്ലല്ലേ ഇത് പക്ക നോക്കടാ. ഇത് എനിക്ക് തോന്നുന്നത് അറിയാമോ? ഇത്രയും സെറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തല്ല. ഇത്രയും അടിപൊളി മോഹൻലാലിനെ ചേച്ചിക്ക് മനസ്സിലായി. നമുക്ക് ഇതിനെടുത്ത് ചാറ്റ് GPT ഇട്ടിട്ടേ അപ്പൊ കാണിക്കുമ്പോൾ ഒറിജിനൽ മോഹൻലാലിനെ കാണിക്കുമല്ലോ. അത് ചേച്ചിയെ കാണിച്ചു കൊടുക്കാം. അല്ല പിന്നെ ഇത്രയും സ്റ്റേജില് അടിപൊളിയായിട്ട് ചെയ്ത മോഹൻലാൽ ഇവിടെ വന്നിട്ട് ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ല എന്തായാലും പെട്ടെന്നുണ്ടെങ്കിൽ ഈ ടിക്കോയിൽ അധികം നേരം നിർത്താൻ പറ്റില്ല. ടിക്കോ അടിച്ചാൽ മേക്കാറ്റി നോക്കി. അതാ നില്ല നമുക്ക് ചാറ്റ് GPT ആരെന്ന് ചോദിക്കാം. ആര് ചോദിക്കാം? ഇതാര് ആര് പറ. ചാറ്റ് GPT പറ. എന്തോന്ന് കണ്ണേർ പോലോ? കണ്ണാടി വെക്കാ ചിരിച്ചോണ്ട് എടുക്കാം. അല്ല ചാറ്റ് ഇത് മറ്റേ ലോറി കെട്ടി തൂക്കുന്ന സാധനമായി ഇപ്പൊ. ആ പാണ്ടി ലോറി അടി കിടന്നിങ്ങനെ. അല്ല ഞാൻ ചിരിക്കാത്തോണ്ടായിരിക്കും. ഇനി പറ ഇതാര്? ആര് പറ ഇപ്പൊ നോക്കി. അണ്ണാ എടുത്തോണ്ട് പോടേ നിന്റെ ഇതൊക്കെ. കുബേർ കുഞ്ചായി പോയിട്ടുള്ളത്. ലാസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു മോഹൻലാലോടെ കാണിക്കും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ മോഹൻലാലാണ്. അതിന് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ എന്റെ ടിക്കോ അല്ല അടുത്ത നിൽക്കും. ടിക്കോ ഒരു ടിക്കോ കൂടെ അടിച്ചു വെച്ചോ. ലാസ്റ്റ് ടിക്കോ ആണ്. ഇനി ടിക്കോ ഇല്ല. റെഡി ആവട്ടെ. വേറെ എന്തെങ്കിലും ശാരീരിക ഉപദ്രവം വല്ലതും ഉണ്ടോ? ഉണ്ട്, ഞാൻ പുറത്ത് പറയുന്നില്ല. ഈ മുട്ടനാടിന്റെ ചങ്കിലെ ചോരയൊക്കെ കുടിക്കാൻ കൊണ്ടുപോകോ? ചായ പോലും തരാറില്ല. പിന്നെ എന്നെ മുട്ടന്റെ എന്റെ ചങ്കിൽ കിടന്നങ്ങ് അഭിനയിക്കുവല്ലേ. റെഡിയാവ്. പിന്നൊരു കാര്യം, പന്നിയെ പിടിക്കാൻ പോണെന്നല്ലേ പറഞ്ഞു? മര്യാദക്ക് ആ ശോഭയിരുന്ന ഞാനാണ്. നീയൊക്കെ ഒറ്റ മിണ്ടായില്ലാണ്ട് ഇതിൽ ക്ലിക്ക് ആവുമെന്ന്. ഇത് പറ്റി ചിക്കു അല്ലേ? ചിക്കു സെറ്റ് ആവും. ചിക്കു സെറ്റ് ആവും. അതായത് നിങ്ങൾ എന്തായാലും ഈ കൊലത്തിൽ പന്നിയെ പിടിക്കാൻ പോണ്ട. ആൾക്കാർക്ക് പന്നിയെ നിങ്ങളെ കൂടെ കൺഫ്യൂഷൻ ആവും. ശരിയാ. ഇതിലിപ്പോ നോക്കി ഇതിൽ ചിക്കൂല് ഇപ്പൊ നോക്കിയാ കസേരം തട്ടി ഒരു വീഴ്ചയുണ്ട്. അഞ്ചും കൂടെ തകർത്ത് പെടിയിട്ട് വരും. എന്റെ പൊന്നെ ചിക്കു. ഓക്കെ റെഡിയാണോ? റെഡിയാണോ? ടിക്കോ ടിക്കോ അടിക്കാൻ ഞാൻ മ്യൂസിക് ഇടും. 3, 4. ഇളം മഞ്ഞിൻ ഇടം നെഞ്ചിൽ കൂട് കൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേള സംഗാതം ഭാവം താളം ചെറുക്കള ഷുഗർ താന്ന് വന്ന് വീണ് കിടക്കണം. ആംബുലൻസ് വിളിയടാ. ഷുഗർ താന്ന് പോകുന്നവന്. അണ്ണാ ചിക്കൂല് പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടാ, ഞാൻ ഒരു റേഡിയോ എടുത്ത മീശ പഠിക്കൂ. മറ്റേ കൂടെ ചെയ്താല പപ്പ പ്രിയപ്പെട്ട പപ്പായി പഞ്ചാഗിനിയാ. അതോ നിനക്ക് എന്താ എടുത്തോണ്ട് പോടാ നിന്റെ. നടക്കൂല ഇതിനെ കൊണ്ട്. ഇത്രയും നല്ലൊരു മോഹൻലാൽ വന്നിട്ട് എന്താണ് നിങ്ങൾ പറയണത്? ഇത് കയ്യിൽ നിന്ന് പോയി സംഭവം ഇതെന്ന് തോന്നുന്നു. ആരെന്ന് മനസ്സിലായ? എനിക്ക് തോന്നുന്നതേ ഇത് കണ്ടേ അങ്ങ് അഴുകി. അതായിരിക്കും. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ ഫീൽഡിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണായിരിക്കും നല്ലത്. അയ്യോ അതിനെ കാട്ടി നമുക്ക് ഈ സ്കിറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്താലോ? അല്ലെങ്കിൽ എനിക്ക് ഒരു അറമ്പാതം കാണൂല. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അയ്യോ ഇപ്പൊ എനിക്ക് ആളെ കിട്ടി. അഖിൽ കവലിയൂരല്ലേ? ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അപ്പൊ നമ്മള് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന കുറെ സിനിമകളുടെ രണ്ടാം ഭാഗങ്ങളുണ്ടല്ലേ? ബിഗ് ബി സിനിമയുടെ രണ്ടാം ഭാഗം ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോ ഇന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ബിഗ് ബിയുടെ സ്പൂഫുമായി എത്തുന്നു ഷജീർ കൊല്ലിയിൽ ആൻഡ് വിഷ്ണുപ്രിയ.
ചേച്ചി ബാറ്ററി ഓണല്ലേ? ഓൺ. അപ്പൊ നമുക്ക് ബിഗ് ബിയുടെ പ്രൂഫ് വേണം. യെസ്. വാച്ച്. അത് എഡ്ഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. അത് ബിജോ, ഇളയ ചെക്കനാ. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. അവനിടയ്ക്ക് ഈ തള്ളയെ വന്ന് കണ്ടു പോകാറുണ്ട്. പിന്നെ മൂത്തൊരുത്തൻ. അവനെങ്ങനെ കുഴപ്പക്കാരന്? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ അപ്പൊ എന്റെ ഈ ലുക്കൊക്കെ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഞാനാണ് മേരി ടീച്ചർ. ഈ കാണുന്നതാണ് എഡ്ഡി, മറ്റേത് ബിജോയ്. ഇനി 2 പേരും കൂടി ഉണ്ട്. അവന്മാരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അപ്പൊ പിന്നെ തുടങ്ങാല്ലേ? വെടി പറയുകയാ, വട പറയുകയാ. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ വെള്ളിയാവും. ഒറിജിനൽ ട്രാക്ക് ഒന്ന് ഇട്ടരോ? വിട പറയുകയാണോ ചിരിയുടെ ടേക്ക് ഓഫ് തന്നെ പൊളിച്ചു. ക്ലൈമാക്സിൽ കുത്തണ്ട കുത്ത നീ ആദ്യമേ വന്ന് കുത്തോടാ. നിന്റെ കുഞ്ഞമ്മയുടെ മോക്കടെ മൂക്കുത്താൻ പോകണ്ട, നിർത്തിക്കല്ലടാ നീ കുത്തണത്. കേടാ പോയിട്ട് ഒന്നുകൂടി സ്ലോ മോഷൻ പാടാ. വിട പറയുകയാണോ ചിരിയുടെ ബിലാൽ മോനെ, ബിലാൽ മോനെ. മുരുക പാട്ട് കിടുക. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകുന്നത്. ഞാൻ വിളിച്ചതിനുള്ള സ്പീഡിലാണ് ഈ വെടക്കം നടന്നു വന്നത്. എന്റെ ദൈവമേ, ഈ സിനിമ സ്ലോ മോഷൻ എടുത്ത് നന്നായില്ല. എന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ. എന്റെ പൊന്ന് ബിലാലെ, ഈ കോടയൊന്ന് മാറ്റണം, നിന്റെ മുഖം കാണട്ടെ. നീ മാസ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ കോടയിട്ട് വന്നത്. അതെ. എന്നിട്ട് സ്കോർ ചെയ്തത് കോടയുള്ള. എടാ ഞാനിവിടെ ഓടി വന്നു, നിങ്ങൾ ഇപ്പോഴും സ്ലോ മോഷനിൽ വരണം. കാതുകുത്തിന് വേണ്ട കുത്ര. വേഗം പറ, പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായി പോവാനാണ്. അയ്യോ, എന്റെ ബിലാലിന്റെ മോനാണ് ഇത്. എടാ, നിന്റെ മുത്തശ്ശിയാടാ ഞാൻ. മുത്തശ്ശിയാ? അപ്പൊ വാപ്പയെന്ന് പറഞ്ഞു. ഞാൻ 5 ഡയലോഗ് പറഞ്ഞു. പിന്നെ തന്തേനെ മാറ്റിയല്ലേ 5 ഡയലോഗ് പറഞ്ഞു. അതൊന്ന് പറഞ്ഞോട്ടെ. വേഗം പറ, പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായി പോവാനാണ്. ആ ചെന്ന് കേറിക്കൂടി, ഇപ്പൊ ചെന്ന് കേറാൻ പറ്റിയ സ്ഥലം. എടാ, മിസൈലിനൊന്നും സ്ലോ മോഷൻ ഇല്ലട്ടാ. ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വേഗം പറ, ഇല്ലെങ്കിൽ അണ്ണാക്കിയിട്ട് ഞാൻ പൊട്ടിക്കും ഞാൻ. എടാ, നിനക്ക് വല്ല കുഴപ്പമുണ്ടാ? അവന്റെ അണ്ണാക്കി കയറ്റി തോക്ക് വെച്ചിട്ടാണ് പറ പറ പറയെന്ന് പറയണ. അതെടുത്തിട്ട് പറയിപ്പിക്ക്. സോറി, വേഗം പറ, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും. വേഗം പറയടാ, വേഗം പോവലടാ. എടാ ഒന്ന് പറഞ്ഞിട്ട് പോടാ. എടാ പോവല പ്ലീസ്, ഒന്ന് പറഞ്ഞിട്ട് പോടാ. എന്തെന്നാടാ? എന്ത് പറയാനാണ്? അല്ല, 1-ാം തീയതി ബിവറേജ് ആവതല്ലേ, അപ്പൊ ബ്ലാക്കിന് എവിടെ സാധനം ഇടാൻ ചോദിച്ചാൽ അത് പറഞ്ഞില്ല. ശരി, നിങ്ങക്ക് ഞാൻ പണി തരുന്നുണ്ട് കേട്ടാ. എടാ, ആദ്യം നീ വല്ല പണിക്കും പോ. ചമ്മിയായിരുന്നാ? ചമ്മി. എന്നാ കൊട എടുത്തിട്ടുള്ള മാസ് ഡയലോഗ് ഒന്ന് പറഞ്ഞ് ഫില്ല് ചെയ്തേ. ആണാ? കൊട നന്നാക്കാനുണ്ടോ കൊട? കൊട നന്നാക്കാനുണ്ടോ കൊട? എടാ, ഇതല്ലടാ മറ്റേ മാസ് ഡയലോഗ് പറ. പിന്നെ കൊട പിടിച്ച് എനിക്ക് ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പാനിപൂരി എന്ന് പറയാൻ പറ്റും എനിക്ക്. ബിലാല് നിന്ന് കബൂറാക്കണുള്ള എടാ ഊളത്തരം പറയാനല്ല പറഞ്ഞ മര്യാദക്കുള്ള ഡയലോഗ് പറ. ഊളത്തരം കബൂർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് മേരി ടീച്ചറാണ് അല്ലെങ്കിൽ ചാളമേരിയാണോ? പിന്നെ മേരി ടീച്ചർ പോലെ സംസാരിക്കും. ബിലാലെ, കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചി പഴയ കൊച്ചിയെന്നറിയാം, പക്ഷെ നമ്മുടെ സ്കിറ്റ് പഴയ സ്കിറ്റ് തന്നെയാണ്. ബിലാല് പഴയ ബിലാൽ തന്നെയാണെന്ന്. എടാ ബിലാലെ, എനിക്ക് പേടിയാവുന്നടാ. ആ സായിപ്പ് ടോണി അവൻ എന്നെ കൊല്ലും. ടോണിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ പുളുത്തി കിടക്കണ് എന്നെ കൊല്ലാൻ മന്നോന്. ടോണിക്ക് മാത്രമല്ലടാ, നീ കുറച്ച് പ്രോട്ടീൻ പൗഡർ കൂടി കലക്കി അന്നാക്കി ഒഴിച്ചു കൊടു. അങ്ങനെ ഞാൻ പറഞ്ഞത്, ടോണിക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. എഡ്ഡി എന്തേടാ? ബാഗിനകത്ത് 3 ഉണ്ട്, പിന്നെ പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എഡ്ഡി എന്തേടാന്നല്ല ചോദിച്ചത്. എഡ്ഡി എന്തേന്ന്? എഡ്ഡിനല്ലേ ഇപ്പൊ 2 പേരെ അവിടെ കൊണ്ടുപോയത്, കണ്ടില്ലായിരുന്നാ? നമ്മൾ 2 പേരെ ഇവിടെ കോമഡി കൊണ്ട് കുറഞ്ഞു പോണു. കോമഡി 3 പേര് വന്നിട്ട് ഈ കോമഡി കയറും തോന്നണ്ട. ആ കൊണ്ടുപോയ ഫ്ലെക്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു കുന്തൂല അതിനകത്തുനിന്ന്, ഒരു കുന്തൂല. ഞാൻ സാറ് കേട്ടിട്ടാണെങ്കിൽ അതുകൂടി ഇല്ലാണ്ടാവും. പിന്നെ മുരുകൻ എന്തിയെ? വല്ല വെട്ടിക്കടയിലുണ്ടാവും. മുറുക്കാൻ എന്തിയെന്നല്ലോ ചോദിച്ചത്. മുരുകൻ എന്തിയെന്ന്? എന്തിനാണിപ്പോ മുരുകൻ? ആ സായിപ്പ് ടോണിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ആ ഫസ്റ്റ് നല്ല ആളെ കൊണ്ടാണ് ഫോട്ടോ എടുക്കണം. സായിപ്പ് ടോണിയുടെ ഫോട്ടോ എടുക്കണ്ടതിന് പോലെ അവൻ സായിപ്പല്ല ഇവിടെ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പൊ അത് വേണ്ടട്ടോ. ആ ഇരിക്കുന്നവരാരൊക്കെയാ?
അത് നിങ്ങൾ നാലുപേരും പോയപ്പോ ഞാൻ എടുത്തു വളർത്തിയ പിള്ളേരാ. വളർത്തിയെന്ന് പറഞ്ഞാ മതി, എടുത്തൊന്നും പറയില്ല. ആ മുതുക്കൊന്നും എടുക്കാൻ പോലും പറ്റില്ല. ചുമ്മാ എന്റെ മുമ്പിൽ ഡംബീസ് അടിക്കല. ചുമ്മാ ബിനാലെയോ? കോമഡി മാസ്റ്റേഴ്സിന്റെ ഫിനാലെ എന്ന് പറഞ്ഞു. ബനാന എന്ന് പറഞ്ഞ പഴമാണ്. ആ പഴം പുടിങ്ങി പോലെ നിക്കാണ്ട് തെറ്റുമ്പോ പറഞ്ഞോടോ. ബിലാലെ, നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് അവര്. അവരെന്താ ചെയ്യണത്? അവര് പുറത്തു പോയി പഠിക്കുന്ന പിള്ളേരാ. അപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ? അല്ല, പുറത്തു നിന്ന് പഠിക്കാന്ന് പറഞ്ഞു. അതല്ല, അവര് വിദേശത്ത് പോയി പഠിക്കുന്ന പിള്ളേരാന്ന്. എന്ത് ചെയ്യും? നീ എന്തെങ്കിലും ഒന്ന് ചെയ്തോ, കപ്പറിയ അവരെന്ത് ചെയ്യും. ബിലാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീക്ക് തിരിച്ചു ചെയ്യൂടാ. ഈ ബിലാലിന്റെ പേര് കേട്ടാ മതി എല്ലാവരും ഒന്ന് ഞെട്ടും. അതെങ്ങനെ ഞെട്ടാതിരിക്കും? ഇവന് ബിലാലെന്ന് പേരിട്ടോ തന്നെ ഞാനാ. ശരിക്കും എന്റെ പേരെന്തായിരുന്നു അറിയാവോ? ബാലരാമപുരം ലാലെന്നായിരുന്നു. ഞാനത് ഷോർട്ടാക്കി ബിലാലെന്ന് വിളിച്ച്, അങ്ങനെ വിളിച്ച് ഇപ്പൊ ബിലാലെ ആയതാണ്. അതെ, ബിഗ് ബിയുടെ റൂട്ട് മാറി പോണ്ടോ. ബിഗ് ബിയിലേക്ക് വരാം. വേഗം പറ. പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായി പോവാളാണ്. എടാ, നിനക്ക് പാസ്പോർട്ട് ഉണ്ടായിനി? ഞാൻ അത് പറഞ്ഞു കേട്ടില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോട്ടത്. അല്ല, ഈ ഫ്ലൈറ്റ് കയറുന്ന മുമ്പ് എന്തെങ്കിലും തിന്നായിരുന്ന? ഒന്നും കഴിച്ചില്ലായിരുന്നു. ഞാൻ പോയി എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ? അതായിരിക്കും നല്ലത്. അല്ല, ടീച്ചർമ്മ പോയി കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോലെ ഞാൻ വലിഞ്ഞു പോകൂലേ? വേറെ വഴി എന്റെ കയ്യില്. പറച്ചോനെ, ഇതാരേ ബിലാലിക്കാണോ വന്നേക്കണത്? അതേടാ, എന്താ കാര്യം? എന്താ? ഒന്നുമില്ല, കൊറേ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു, നിക്കാനെ കണ്ടില്ലല്ലോ. എന്താണ് എന്റെ കയ്യിൽ? ഇതൊരു ജർമ്മൻ ഷിപ്പേഡ് നായ. എന്താടാ? തെരുവ് നായ എണിക്ക. ടീച്ചറമ്മയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ധകാര കോളനിയിലെ കാര്യം, അവരെ പിള്ളേരുടെ കാര്യം ഞാൻ പറയുന്നത്. അവര് ഭയങ്കര ഉടായിപ്പണിക്ക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ടീച്ചർമ്മ പോയില്ലേ, അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് പുഴുങ്ങണ്ടല്ലോ എന്ന് കരുതി എന്റെ ചെറിയൊരു മോണാക്ട്. ഓഹോ, എടാ, ഇങ്ങനെയാണോ കഴിക്കണ? മുക്കി കഴിക്കി. നിന്നോട് മുക്കി കഴിക്കാനല്ല പറഞ്ഞത്, ഈ ബണ്ണ് ചായയിൽ മുക്കി കഴിക്കാൻ. അതാണോ? അയ്യോ, എന്താടാ? അയ്യോ, ടീച്ചറമ്മ തല്ലിന്റെ വേദന. എടാ, ഞാൻ വന്നപ്പോ തല്ലിയാലും ഇപ്പഴാണ് നിനക്ക് വേദന എടുത്തത്. സിനിമ സ്ലോ മോഷൻ അല്ലേ, വേദന സ്ലോയിലാ വന്നത്. എടാ, നീ ഇത്രയും നാൾ ഇത് എവിടെ ഇരുന്നടാ? ടീച്ചറമ്മ തന്നെ എന്റെ അടുത്ത് പറയണം. ടീച്ചറമ്മേ, ആരുടെ മുഖത്ത് നോക്കി ടീച്ചറമ്മ ഇതുവരെ വാതിൽ അടച്ചിട്ടില്ല. പക്ഷേ ഒരു പാതിരാത്രി ഒരു മണിയുടെ വാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചോദ്യം കേൾക്കണേ. അയ്യ, അങ്ങനല്ല. ഒരു പാതിരാത്രി ഞാൻ വന്നപ്പോ ടീച്ചറമ്മ എന്റെ മുഖത്ത് നോക്കി വാതിൽ അടച്ചു. അന്ന് ഞാൻ നാട് വിട്ടു. 3 വർഷമാണ് ഞാൻ നാട് വിട്ട് മാറുന്നത്. ദൈവമേ, അന്ന് ഞാൻ വാതിലടച്ചാണ് നീ നാട് വിട്ടു പോയത്. നമ്മൾ എവിടെയാണ് താമസിക്കണത്? കൊച്ചിയിലാണാ? കൊച്ചിയിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞ കൊതുകിന്റെ ശല്യമാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? കൊതുകിനെ പേടിച്ച് ജനലും വാതിലടച്ചാണ് നാട് വിട്ടു പോയത്. കൊതുകിനെ പേടിച്ച് നാട് വിടണ ഒരു തിരുമണ്ടൻ. ആട് കരയണണ്ടാ? ഞാൻ ഫീലിട്ടാണത്. എടാ ബിലാലെ, നീ എപ്പോഴെങ്കിലും ഈ ടീച്ചറമ്മയുടെ മനസ്സ് കണ്ടിട്ടുണ്ടോടാ? കർത്തമ്മയുടെ ചെമ്മീൻ കണ്ടിട്ടുണ്ട്. ടീച്ചറമ്മയുടെ മനസ്സാണോ ചോദിച്ചില്ലേ? എന്റെ മനസ്സ് കണ്ടിട്ടുണ്ടാന്ന്. ശരിയാണ്. ഇത്രയും നാളും ഞാൻ എന്റെ കണ്ണുകൊണ്ട് മാത്രമാണ് എല്ലാം കാണാൻ ശ്രമിച്ചത്. പിന്നെ ഞങ്ങളൊക്കെ വാടക കണ്ടെടുത്തിട്ടുള്ള കാഴ്ച. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മേരി ടീച്ചറാണ് ചാക്കോ മാഷാണ്? അല്ല, മോനെങ്ങനെ അടിച്ചമർത്തുകൊണ്ട് ചോദിച്ചു പോയതാണ്. എടാ, എന്റെ സ്വത്തുക്കളെല്ലാം എന്റെ ഈ 4 മക്കളുടെ പേര് ഞാൻ എഴുതി വെച്ചേക്കുവാ. ആ കിടക്കണം 3 വണ്ടി കണ്ട, ഒന്ന് എഡിക്ക്, ഒന്ന് ബിജോയ്ക്ക്, ഒന്ന് മുരുകനും ഉള്ളതാ. അപ്പൊ എനിക്കൊന്നുമില്ലേ? സ്ലോ മോഷൻ നടക്കണം. നിനക്ക് എന്തിനാടാ വണ്ടി? പിന്നെ ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് നിങ്ങൾ നല്ലൊരു റിസോർട്ട് പണിയണം. ദേ, അവിടെ ആയിരിക്കണം കാർ പാർക്കിംഗ്. ദേ, ഇവിടെ ആയിട്ട് കുളം കുത്തി ഒരു സ്വിമ്മിംഗ് പൂള്. ദേ, അവിടെയാണ് ലോബി. അവിടെ നോബി വേറെ ഓഫർ ഒന്നപ്പോ പോയി. ഞാൻ എന്റെ ഫീല് കൊണ്ട് പറഞ്ഞു പോണതാണ്. ടോണി ഇങ്ങോട്ട് വരുമോ? താരട്ട് റോട്ടി വരില്ല, വെള്ളത്തിൽ മാത്രമേ വരുള്ളൂ. തോണി ഇങ്ങോട്ട് വരുന്നു. തോണി വന്നു കഴിഞ്ഞാൽ പേടിക്കണ്ട. എന്റെ ഈ തോക്ക് കൊണ്ട് ഞാൻ അവനെ വെടിവെച്ച് വീഴ്ത്തും. ദീപാവലി, ഹായ് ദീപാവലി, ദീപാവലി, ദീപാവലി. അയ്യോ, ദീപാവലിയല്ല, വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ സായിപ്പ് ടോണി കൂട്ടുകാരുണ്ടല്ലോ, വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഭയങ്കര വെടിവെപ്പ്. പബ്ജിയിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ അവരെ കൂട്ടുന്ന ഒരാള് വരും, എന്നിട്ട് കഴുത്തിലൊരു വാരിയുടെ അപ്പം വീണാ മതി. നേരത്തെ അവനിട്ട പോലെ എന്തെങ്കിലുമൊക്കെ സിംഗിൾ പെർഫോമൻസ് ചെയ്യാലേ ബിലാല് മോനെ. വീടല്ലേ അത്യാവശ്യം ചിരി കിട്ടോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കോക്കറി അടിച്ച് ചിരിപ്പിക്കാൻ ഓവറാണേ. ടീച്ചറമ്മേ,
ആ നീഗ്രോ ടോണി എന്നെ വെടിവെച്ചു. എടാ സായിപ്പ് ടോണിന്നല്ലേ? പിന്നെ വെടിവെട്ടുന്ന സമയത്താണ് ലോജിക്ക് നോക്കി നടക്കുന്നത്. ഇത് അവൻ എന്നെ വെടിവെച്ച്. നിന്റെ തോക്കലിരിക്കണം, നിനക്കെടുത്ത് പുഷ്പം വെക്കാൻ പോലെ. ഇത് സ്റ്റണ്ട് മാസ്റ്റർ മുരുകൻ തന്ന തോക്കല്ലേ? ഇത് ഡമ്മി തോക്കായിരുന്നു. വെടിവെച്ചിട്ട് വെടി പോയില്ല. അയ്യോ എനിക്ക് വയറുവേദനിക്കണേ. അതല്ല, ടെൻഷൻ വന്ന എനിക്ക് അപ്പ വയറുവേദനിക്കും. എവിടെ ടോയ്ലറ്റ് എവിടെയാണ്? ഞാനൊന്ന് ടൂവിന് പോയച്ചു വരാവേ. ഇപ്പഴെനിക്ക് സമാധാനായി. നിങ്ങളെല്ലാരും ബിഗ് ബി 2-ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നില്ലേ? ദേ നോക്ക്, ദാ കാണുന്നതാണ് ബിഗ് ബി 2. വേഗം പറ. പണിയും കഴിഞ്ഞ് വാപ്പാക്ക് ദുബായി പോണോന്നാണ്. വേഗം പറ. ഇവിടുത്തെ കക്കൂസ് എവിടെയാണ്? അവിടെയാണോ? എന്റെ ദൈവമേ, പോടാ. സ്ലോ മോഷന് പോയാൽ ശരിയാവൂല. ഇവിടെ ലൂസ് മോഷൻ ആവും. വേറെ കാര്യം അറിയോ? എന്നും നമ്മള് സോഷ്യൽ മീഡിയ തുറന്ന് അപ്പ കാണാൻ പറ്റും ബിലാൽ 2 എന്ന് വരും. അമൽനീരദനാണെങ്കിൽ ഒരു പരിപാടിക്ക് പോകാൻ വയ്യ, അവിടെ വരും ബിലാൽ 2. അമൽനീരദം ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകർ കണ്ടോളൂ, ഇതാണ് ബിലാൽ 2. ഷജീറ എങ്ങനെ ഇനി മമ്മൂക്ക ഫാൻസിന്റെ മുഖത്ത് നോക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചെന്ന് കേറിക്കൂടെ ലാസ്റ്റ് ബക്കറ്റ് കേട്ടാ മമ്മൂക്കയുടെ പിള്ളേരെ ഇത് കിട്ടും. അല്ല പക്ഷെ നല്ലൊരു ആശയത്തിലായിരുന്നു ഇതല്ലേ? നമ്മൾ മറ്റേ ബിലാല് കണ്ടിരിക്കുന്നത്, നമ്മള് ബിഗ് ബി കണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു മാസ് പടമായിട്ടാണെങ്കിൽ എന്നാലും ഹ്യൂമർ ആയിരുന്നു. രണ്ടാം ഭാഗത്തിന് നീ രണ്ടിക്കൊണ്ട് നിർത്തിച്ചല്ലടാ. അതുപോലെ തന്നെ നിങ്ങളുടെ ഗുണ്ടകളുടെ സ്ലോ മോഷൻ കിടിലായിരുന്നു. അവരെ രണ്ടുപേരെ കുറിച്ച് വല്ല പറ. അവര് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഗ്രൂമിങ്ങിലൊക്കെ ആളുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ? ഈസിയാണോ? നല്ല ഹ്യൂമർ. 2-3 കൗണ്ടറൊക്കെ പുള്ളിയെ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ആദ്യമായിട്ട് വിത്ത് പ്രോപ്പർട്ടി ബാറ്ററി നമ്മൾ നോക്കാൻ പോവുകയാണ്. മക്കളെ ബാറ്ററി നോക്കാം. ഓക്കെ, കമോ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. മനോജേട്ടാ, സുമിത്തേട്ടാ 35,000 അവര് കണ്ടില്ല. 35,000 rupees ആണ് നേടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബോംബെ. യെസ്. ഷജീറെ, ഇവർക്ക് പേയ്മെന്റ് കൊടുത്തിരുമ്പോ ബാക്കി ഇങ്ങക്ക് കൊല്ലം കിട്ടുമോ ഇതിന്ന്? അല്ല, പുള്ളി അവസരം ചോദിച്ചു വന്നതാ, കൊടുത്തതാ. ഞാനിപ്പോ ഒരു ബ്രേക്ക് പറയുമ്പോ എനിക്ക് ആ സ്ലോ മോഷനിൽ ഒന്ന് നടത്ത ഒന്നുകൂടെ കാണാൻ പറ്റുമോ? പിന്നെന്താ? ബിലാൽ 2. മക്കളെ, നിങ്ങൾ സെറ്റല്ലേ? സെറ്റ് എന്ന് പറ. അതാണ് പവർ. നിങ്ങളെ വ്ളോഗിലെ പോലെ ഇരിക്കണം കേട്ടോ ഇവിടെ അടിപൊളിയായിട്ട്. ചേച്ചി, ഇനി നമ്മുടെ പിള്ളേരെയും നമ്മളെല്ലാരെയും ചിരിപ്പിക്കാൻ വേണ്ടിട്ട് സാധാരണ വിളിച്ചോണ്ട് വരവാണല്ലോ, ഇതങ്ങനല്ല. ഇടിച്ചുകയറി വരേണ? ഇടിച്ചേറി വരില്ല. ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. അടിപൊളിയായിരിക്കൂലേ? ഇനി ഈ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നവർ നേരത്തെ ഇവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ദുരന്തർ കണ്ടായിരുന്നു. കണ്ടായിരുന്നോ? ആ ദുരന്തറുമായിട്ട് ഇവിടെ വന്ന 3 പേരെയാണ് ഞാൻ ഇനി കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാറ്ററി ഓണോ ചേച്ചി? ഓണല്ലേ ചേച്ചി? ഇനി വിളിക്കാം. അപ്പൊ ഞാൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ കൂട്ടുകാരെ നമുക്ക് വിളിക്കാം. ജെറിൻ, സുബീഷ്, അനന്തു. ബോസേ, ഞാൻ ഇല്ലാത്ത നേരം നോക്കി ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത് കഴിക്കാല്ലേ? ഞാൻ എന്റെ വയറിനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല? നിങ്ങൾ എന്തൊരു മനുഷ്യനാ? നീ പോയ കാര്യം എന്തായി? ഞാൻ പോയ കാര്യം പൊളിഞ്ഞു. നീ എന്തായാലും വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഓഹോ, എനിക്കിന്ന് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആദ്യം കാണുന്ന നമ്പർ വിളിക്കടാ. ഓക്കെ ബോസ്. ഇത് കണക്ട് ആവുന്നില്ല ബോസ്. എന്നാ രണ്ടാമത് കാണുന്ന നമ്പർ വിളിക്കടാ. ബോസ്, ഈ നമ്പർ കണക്ട് അല്ല ബോസ്. എന്നാ മൂന്നാമത് കാണുന്ന നമ്പർ വിളിക്കടാ. ബോസ്,
ഈ നമ്പർ ഒട്ടും കണക്ട് അല്ല ബോസ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് ബോസ്? എന്റെ സിം കട്ടായതാ. റീചാർജ് ചെയ്യാൻ ഞാൻ എവിടുന്ന് പൈസ ഉണ്ടാക്കൂടാ? ബോസേ, പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ഇവിടെ ഒരു വലിയ കോമഡി ഉണ്ടായി. എന്താടാ? ഒരു 1200 രൂപ കൊണ്ട് ഒരു കിളവൻ ഇവിടെ കയറി വന്നിരിക്കുന്നു. എന്നിട്ട് പറയാ ബോസിനെ കാണണമെന്ന്. ഞാൻ ബോസിനെ കാണിച്ചു കൊടുക്കൂ. എന്റെ ബോസ് അത്രയ്ക്ക് അത് കേട്ടവനാ. ഞാൻ 2 ഇടിച്ച് പുറത്തേക്ക് അങ്ങടാക്കി. എന്റെ അച്ഛൻ എന്റെ പെൻഷൻ കാശുമായിട്ട് വന്നപ്പോ ഞാൻ എവിടെ നടത്തി റീചാർജ് ചെയ്യൂടാ? നിങ്ങൾ വലിയ കിഡ്നാപ്പിംഗ് സംഘത്തിന് ഓണറാന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ബുദ്ധിയില്ല നിങ്ങൾക്ക്. എടാ, എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ പണിക്ക് നിർത്തോളാം. സത്യം. ഇപ്പൊ എന്തിനാ അതിനെ വെടി വെച്ച് വന്നേ? നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ മൂന്നാമതൊരാൾ എനിക്ക് ഇഷ്ടമില്ല. അത് പല്ലിയാണല്ലോ ശരി, ഏത് പുല്ലാണല്ലോ ശരി. എന്റെ പൊന്നാളി, ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വലിയ വലിയ ആൾക്കാരെ തട്ടിക്കൊണ്ടുവരണം. ചുമ്മാ വിളിച്ചിട്ട് പോലും കൊണ്ട് ആരും വരുന്നില്ല. പിന്നല്ലേ ഞാൻ തട്ടിക്കൊണ്ട് വരുന്നത്. എന്റെ ബോസേ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്കവാറും പാർക്ക് പിടിച്ച് തന്നെ കൊണ്ടുവരും. അങ്ങനെ വേർത്തുണ്ടാക്കുന്ന പൈസ എനിക്ക് വേണ്ടെങ്കിലോ? നിങ്ങൾ എന്തൊരു തോൽവിയാ മനുഷ്യ. കുറിച്ച് അങ്ങനെ കുറ്റം പറയരുത്. എടാ, നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയത്തില്ല. എന്റെ അപ്പനപ്പൂമാർ കാലം തൊട്ടേ ഞങ്ങൾ കിഡ്നാപ്പേഴ്സ് ആയിരുന്നു. അതും എന്റെ മുതുക്കച്ഛൻ. ആര്? അല്ല, മുതുമുത്തച്ഛൻ. പുള്ളി ലോകം അറിയപ്പെടുന്ന അണ്ടർവേൾഡ് കിങ് ആയിരുന്നടാ. 7 തലമുറക്ക് ഇരുന്ന് തിന്നാനുള്ള സ്വത്ത് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്താ നിങ്ങൾ ഈ പിച്ചക്കാരനായ? ആ 8ാമത്തെ തലമുറ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ഫുള്ള് ദാരിദ്ര്യമായി പോയടാ. എന്റെ ബോസേ, ഈ ദാരിദ്ര്യമൊന്നും വലിയ കാര്യമില്ല. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഒരാള് ദരിദ്രനായിട്ട് ജനിക്കുന്നത് അയാളുടെ തെറ്റുകൊണ്ടല്ല. പക്ഷെ ദരിദ്രനായിട്ട് മരിച്ച അത് അങ്ങേരുടെ തെറ്റ് മാത്രമാണ്. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താണ് ബോസ്? ഈ ജന്മത്തിൽ നമ്മൾ തെറ്റുകാരാണല്ലോടാ. അയ്യടാ, എന്നാലും പണിയെടുത്ത് തിന്നാന്ന് നിങ്ങൾ പറയരുത്. പക്ഷേ എനിക്കൊരു ഐഡിയ വന്നടാ. എന്താ ബോസ്? ഞാനുണ്ടല്ലോ ഈ ബിൽഡിംഗ് ഒക്കെ ഒന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ആഹാ, നമ്മുടെ ആ സഹകരണ ബാങ്കിലടാ അവത്ത് പുതിയ ലോണിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിനൊക്കെ ലോൺ പാസ്സാവും എന്റെ ബോസ്. തരികിടയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ടല്ലോ. അയ്യടാ, തരികിടയല്ല, അത് ചെറുകിട ബിസിനസ്സാ. നമുക്ക് ഒരു സഹകരണമില്ല. പേരിന് മാത്രമേ ഉള്ളൂ സഹകരണം. ഇനി പാവന്മാരെ വെക്കിട്ട് കയറിക്കോ. എഴുതാനും വായിക്കാനും അറിയണ്ട ആ പിള്ളേരെ കുറ്റം പറഞ്ഞാൽ എന്താ ചെയ്യാ? ബോസിന് വല്ല നമുക്ക് നടത്താൻ പറ്റിയ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നുണ്ട്. നമ്മൾ ഇനി എവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം? ഞാൻ നിന്നോട് കാര്യം ചോദിച്ചോട്ടെ. എടാ, 10-15 വർഷമല്ലാതെ നീ എന്റെ കൂടെ ജോലിക്ക് കയറിയിട്ട് ഇന്നേ വരെ നീ എനിക്കൊരു മലങ്കോൾ ഒപ്പിച്ച് തന്നിട്ടുണ്ടോടാ? അത് കൈയടിച്ച ഉടനെ അങ്ങ് പാസ്സാക്കി. അതല്ല എന്റെ ബോസേ, ബോസിന്റെ വായെന്ന് ഈ ചോദ്യം വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പുളിങ്കൊമ്പ് നോക്കി പിടിച്ചിട്ടുണ്ട്. എന്തിനാ? എന്നെ കത്തിക്കാനാ? അതല്ല മനുഷ്യ, നല്ലൊരു മലങ്കോളം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എന്നാ പോയി വിളിച്ചോണ്ട് പോടാ. ഞാനത് കൊണ്ടുവന്ന് കഴിഞ്ഞാ ബോസ് കിടുകിട പറയ്ക്കും. കണ്ടോ ബോസേ? കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. കൊണ്ടുവന്നില്ല, എന്നെ പെട്രോൾ ഒഴിച്ച് കത്തി. കാത്തിരുന്നോ നിങ്ങള്? നടക്കടാ. ഇരിക്കണം അവിടെ, ഇരിക്കണം. ബോസ്, കൺകുളിക്കെ കണ്ടോളൂ, മലങ്കോൾ. സുഭാഷ്. സബാഷ്. ഓക്കെ. എന്താ എങ്കോട്ടിയോ? ഞാൻ എടാ, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് അറിയാവൂടാ? അറിയില്ല. അച്ഛനെ വിളിക്കണം. അച്ഛന്. നിന്റെ അച്ഛൻ. എന്നാ എന്റെ അച്ഛൻ. ഇവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ബോസ് ടെൻഷൻ അടിക്കില്ല, കൂളായ ഞാൻ കുട്ടാ. ബോസ് ഉദ്ദേശിച്ച എന്താണെന്നറിയോ? ഇല്ല. ഒരു സെക്കൻഡ് ബോസേ, ഫസ്റ്റ് ബോസിന്റെ അച്ഛനെ വിളിക്കണം, ഇവന്റെ അച്ഛനെ വിളിക്കണം. നീ കൊണ്ടൊന്ന് വരാമോ? ഓ ഷുവർ. ഇനി നീ നിന്റെ അച്ഛനെ വിളിക്കണ്ട, അവന്റെ അച്ഛനെ വിളിക്കണം. അവന്റെ അച്ഛൻ രാവിലെ എണീക്കുന്നത് ആരുടെ അച്ഛനെ വിളിക്കണം അറിയാൻ വേണ്ടിട്ടാ. നീ ഒന്ന് പറയല്ലേ, നീ കൊണ്ടുവന്നല്ലേ? ഇതല്ല, ഇതിന്റെ അപ്പുറം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ടുവന്നാണോ? അല്ലടാ, ഇത് ആന്റണി പെരുമ്പാവൂരും ഞാൻ ജിത്തു ജോസ്. ദൃശ്യം 4ന്റെ കഥ പറയാൻ വേണ്ടി കൊണ്ടുവന്നു. ദൃശ്യം 4ഓ? സാറേ, ദൃശ്യം 4ലെങ്കിലും വരും തിരിച്ചു വരുമോ? ഒറ്റ അലക്കം കളിക്കാണല്ലോ. ഈ സെറ്റപ്പ് കണ്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ നിന്നെ തട്ടിക്കൊണ്ടു വന്നാണ്. നീ ഇന്ന് മുതൽ ഞങ്ങളുടെ ബന്ധിയാണ്. ബന്ധു? ഞാനോ? നല്ല കാര്യം. അച്ഛൻ വീട്ടുകാരാ, അമ്മ വീട്ടുകാരാ? രണ്ടുപേരും ഉണ്ടാ. ഇവൻ നിന്റെ കൊച്ചനും ഞാൻ നിന്റെ വല്യച്ഛൻ. എന്റെ കാണാതെ വല്യച്ഛൻ. ചുട്ടിനെ കാണാൻ വെറുതെ കയറി വന്നത്. പാപ്പന്താ തലേന്ന് കുനിച്ചു വെച്ച് തരുമോ? തരാലോ. ചെക്കനെ തട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ നീ ഒരു സൈക്കോനാണ് തട്ടിക്കൊണ്ട് വന്നത്. എങ്ങനെ അറിയാ? ഇവൻ എവിടുന്ന് കിട്ടിയതാ? പാലത്തിന് മുകളിൽ കിട്ടിയത് എനിക്ക്. നീ എന്തിനാണ് പാലത്തിനോടെ കയറിയത്? ആത്മഹത്യ ചെയ്യാൻ. അത്രേ ഉള്ളൂ. പട്ടികളെ ആത്മഹത്യ ചെയ്യാൻ. പക്ഷേ ഇനി ആത്മഹത്യ ചെയ്യില്ല.
കാരണം നിങ്ങൾ എന്നെ കൊല്ലുമല്ലോ. പറയേ നിങ്ങൾ എങ്ങനെ കൊല്ലും? ഈ AK-47 വെച്ച് എന്നെ ചുട്ടു കൊല്ലുമ്പോ, ഇല്ലെങ്കിൽ തലക്കടിച്ച് കൊല്ലുമ്പോ, അതുമല്ലെങ്കിൽ ഇരിക്കുന്ന കുട്ടി അങ്ങനെ തമാശകൾ പറഞ്ഞ് എന്നെ ബ്രെയിൻ എനിക്ക് ചാവാൻ കൊതിയായി. അപ്പോഴേ കൈ അഭിനയിക്കുമല്ലോ. ഇവിടെ ചത്തു കഴിഞ്ഞാണല്ലോ നമ്മൾ രണ്ടുപേരും അകത്ത് പോകും കേട്ടോ. അയ്യോ ഞാനിപ്പോ എന്നെ ചെയ്യാ? ഞാൻ ഒന്ന് അവനെ എന്തിന് പിന്തിരിപ്പിക്കാൻ ഒന്ന് കൂളാക്ക്. ഒന്ന് ശരി ഫ്രൂട്ട് വായിക്കുന്നു. ഓറഞ്ച് കുട്ടാ, എടാ നീ എന്തിനാടാ ഈ ആത്മഹത്യ നടക്കുന്നത് ഈ ചെറുപ്രായത്തില്? എടാ ഇതൊക്കെ തെറ്റാടാ. നിങ്ങൾക്കറിയാമോ എന്റെ അച്ഛനൊരു ചണച്ചാക്കാണ്, പണച്ചാക്കാണ്. മൈ ഡാഡ് ഈസ് an uncompromising man. എന്റെ അർത്ഥം നിനക്കറിയോ? അറിയില്ല, അവന്റെ കരച്ചിലേട്ട് ചോദിച്ചു മനസ്സിലാക്കാം. ഒരൊറ്റ സ്നേഹം അങ്ങനെ തന്നിട്ടില്ല, അറിയാമോ? എന്തിനേറെ പറയുന്നു, ഒരു നല്ല സുഹൃത്ത് പോലും എനിക്കില്ല. അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി അവന് എഴുതി കൊടുക്കും, തീർച്ച. ഫ്രണ്ട പോലെ യാര് മച്ചാ, അവൻ ട്രെൻഡ് എല്ലാം മാറ്റി വെച്ച, എങ്ക പോണ എന്ന മച്ചാ, എൻ കണ്ണി നീരെ പൊങ്ക വെച്ച. നന്മമാരെന്നെ കിട്ടി. പൈസ ഉണ്ടെന്ന് പറഞ്ഞില്ല, പേസ്റ്റ് മേടിക്കുമ്പോൾ പൈസ സത്യം. എടാ നീ നിനക്ക് സന്തോഷമായില്ലേ? നിനക്ക് രണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയില്ലേ? കിട്ടി, എനിക്ക് സന്തോഷമായി. എന്നാ സ്വത്ത് എഴുത്തണ്ട് പൊക്കോ. ഞാൻ പോവാം. പോണ വഴിക്ക് ഞാൻ എവിടെയും ചാടി ആത്മഹത്യ ചെയ്യുന്നു. അയ്യോ, ഇപ്പൊ നിനക്ക് സുഹൃത്തുക്കൾ കിട്ടിയില്ലേ, പിന്നെ എന്തിനാണ് നീ ആത്മഹത്യ ചെയ്യുന്നത്? എത്ര സുഹൃത്തുക്കളെ വെച്ച് തൂക്കിയാലും മാതൃസ്നേഹത്തിന്റെ അത്ര വരുമോ? എനിക്ക് അമ്മയില്ല. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ എല്ലാ സ്വത്തും ഞാൻ അവർക്ക് എഴുതി കൊടുത്തേനെ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അമ്മ പൂട്ടി ഉറങ്ങി അച്ഛനെ പോലെ വളരണം. വേണ്ട, കൊച്ചച്ഛനെ പോലെ എന്റെ മോൻ എന്ത് വേണം? കുഞ്ഞു മോന് ഇങ്ക് വേണം. എന്തൊരു ഇങ്ക്? നീയല്ല അമ്മ കൊടുത്തോ. നിന്റെ അമ്മ ഊറ് വിട്ട് പോയാച്ചു. ഊര് വിട്ട് പോയ അമ്മയെ കുറിച്ച് പറഞ്ഞ് കരയാൻ പോലും എനിക്കൊരു കാമുകയില്ല. എന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്കി ചോദിച്ചു, കാമുകയാണെങ്കിൽ എന്റെ ഉയരെടുക്കും. ഇനി നിന്റെ പാസ് കുട്ടാ. എന്താ തെണ്ടി? ശരിക്കും എന്താ മോന്റെ പ്രശ്നം? ഇത്രയും പണമുണ്ട് എനിക്ക്, പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണില്ല. മോനെ അതല്ലെങ്കിൽ എങ്ങനെയാ? പണമുള്ളവന് പെണ്ണില്ല, പെണ്ണുള്ളവനോ പണവുമില്ല. നിങ്ങൾക്ക് ഇത് രണ്ടുമില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കും. പണ്ടാറടങ്ങാനായിട്ട് ഞാനിതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. കുട്ടാ, നിനക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ? അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കട ചക്കരെ. എനിക്ക് പെട്ടെന്ന് മരിക്കണമെന്നാ പറഞ്ഞത്, ഇഞ്ചിഞ്ചായി മരിക്കണമെന്നല്ല. കല്യാണം കഴിപ്പിച്ച് എന്നെ കൊടുക്കാൻ നോക്കണം. ഇല്ല, ഞാൻ വേറെ സെറ്റ് ചെയ്യാം. കുട്ടാ, ഇപ്പൊ ഒരു പ്രണയം ഉണ്ടെന്ന് ശരിക്കും. അപ്പൊ പ്രണയനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെ അത് പറ. എനിക്കൊരു പ്രണയിനി ഉണ്ടെങ്കിൽ എന്റെ എല്ലാ സ്വത്തും ഞാൻ അവൾക്ക് എഴുതി കൊടുക്കും, കലക്കി. പിന്നെ അവളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പറയടാ. അവിടെ പല്ലുകൾ മുല്ലമൊട്ട് പോലെ ആവണം, കണ്ണ് താമര ഇതൾക്ക് വിരിഞ്ഞ വലിയ കണ്ണില്ലേ അതുപോലെ ആവണം, സൂപ്പർ സൂപ്പർ. മൂക്കാണെങ്കിൽ നല്ല നീണ്ടു വരണം. അതുപോലുള്ള ഒരു അംഗലാവണ്യത്തെയാണ് ഞാൻ. എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് പെണ്ണ് വേണ്ട. ചാക്കോച്ചി, ചാക്കോച്ചിയാ കോക്കാച്ചി. നിങ്ങൾ എന്തീ കാണിക്കണേ? സ്വത്തെങ്ങനെ അഴിച്ചെടുക്കണ്ടാ? തേങ്ങയുടെ മൂട്. നീ ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ലേ? അങ്ങനെ പറയല്ലേ. നിങ്ങൾ ചോദിക്കില്ല. ഇതിന് മാത്രം സ്വത്തൊക്കെ എവിടെ നടക്കും? അതാ അവനോട് പോയി ചോദിക്കും. ചോദിക്കാം. എടാ കുട്ട, എടാ നിനക്ക് നിന്റെ അച്ഛൻ എങ്ങനെയാണ് ഇത്ര സ്വത്തൊക്കെ ഉണ്ടാക്കിയത്? അയ്യോ, അച്ഛൻ നിങ്ങളെ പോലുന്നല്ലോ കേട്ടോ. എല്ലാ ദിവസം പണിക്കൂ. ഞാൻ 5000 രൂപ ചോദിച്ചാ അച്ഛൻ ഈ 10000 രൂപ ഇട്ട് തരും. എന്റെ അച്ഛൻ അതെ, ഞാൻ 5000 ചോദിച്ചാൽ കൊണ്ടുപോക്കി കാണിക്കും. നീ ഒന്ന് അറിയിരിക്കും, ഞാൻ ചോദിച്ചായിക്കോ കേട്ടോ. ഇനി എന്നാണ് നിന്റെ വിഷമം? എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ ചാവാറായി. അതെങ്ങനെ? ക്ലൈമാക്സ് ആവാറായി. എനിക്ക് ചാവണം, എനിക്ക് ചാവണം. ഇവിടെ ഇവിടെ
ഇവനെങ്ങാനും ചത്തു കഴിഞ്ഞാൽ നമ്മൾ പെടും കേട്ടോ. ഇവൻ ചത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവൻ ആദരാജോട് പറയണം. അതല്ലടാ, ഇവന്റെ വീട്ടുകാരോട് എന്ത് പറയും? സമാധാനായിട്ടിരിക്കാൻ പറയണം. പോലീസ് വന്നാ എന്ത് പറയും? പറ്റുപോയി സാറേ, ഒന്നും ചെയ്യല്ലേ. എന്തെങ്കിലും പണിയുണ്ട്, പെട്ടെന്ന് പറഞ്ഞാ. ഒരു ഐഡിയ ഉണ്ട്, ക്ലോറോഫോം എടുക്കാം. പിന്നെ ഈ തമിഴില്ലാ സമയത്ത് ഞാൻ ഇനി ഫോം പൂരിപ്പിക്കാൻ പോലെ കാര്യം നിനക്ക് അറിയത്തില്ലടാ. എന്റെ മണ്ട മുതലാളി അതല്ല, ഈ ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ ഈ മയക്കണ സംഭവല്ലേ, അതെടുത്താലോ? കീച്ചിക്കോ, കീച്ചി മോനെ. കണ്ണും പൂട്ടി ഉറങ്ങണം. ഹായ് അമൃതാഞ്ചൻ. ഇത് തട്ടിപ്പോടാ, ഇത് മണത്ത് കഴിഞ്ഞ് പോവാൻ പിന്നെ ഇളകി. കാണിച്ചു നോക്കട്ടെ. അങ്ങനെ ഒരു മഴയില്ലല്ലോ. ശരിയാ, ഇതിനൊരു വീര്യമില്ല കേട്ടോ, എന്തോ ഡ്യൂപ്ലിക്കേറ്റാ. അത് വലിക്കല്ലേ നൻപ. ഒന്നാമത്തെ നൻപ, നൻപ. രണ്ടാമത്തെ നൻപ. அம்மா எங்க அம்மாவை வணங்காத உயிரில்லையே, அம்மாவை நினைக்காத உணர்வில்லையே. இங்குதா കുഞ്ഞോൻ, ഇங்குതാ കുഞ്ഞോൻ, ഇங்குതാ താ, ഇங்குതാ. മനസ്സിലാടാ നിന്റെങ്കിലും ക്ലൈമാക്സ് ഇനിയാലും എന്റെ അത് വെറുതെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു നഗ്ന സത്യം പറയാൻ പോവുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് അനന്തു പെണ്ണിനെ പറ്റി ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കായിരുന്നു. കണ്ണ്, പല്ല്, മൂക്ക്. അപ്പൊ ഞാൻ അവിടെ നിന്നോ എന്നെ ആയതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നേ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് തിരിഞ്ഞു വന്നപ്പോഴാണ് ഈ ഒരു ഫിഗർ ഞാൻ കണ്ടത്. അല്ല, വേറെ കറക്റ്റ് ഫിഗർ ആയിരുന്നു എന്നെ നോക്കി ചെയ്തത്. കറക്റ്റ്. മക്കള് പറയും, നിങ്ങൾ ഏറ്റവും ചിരിച്ച ഈ മൂന്നിൽ ആരെ കണ്ടിട്ടാ ഏറ്റവും ചിരിച്ചത്? അനന്തു ചേട്ടനെ. ആനന്ദു ചേട്ടൻ. ആനന്ദു, ഞാൻ പൈസ കൊടുത്തായിരുന്നു. അല്ലല്ല, അനന്തുവിനും വ്ളോഗിംഗ് ഉണ്ട്. ആണോ? വ്ളോഗേഴ്സ് തമ്മിലുള്ളൊരു ഒരു പാട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാ പരിപാടി. പക്ഷെ ഞങ്ങളുടെ ചുട്ടുമണി ഇതാട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ഇതാ. ഇത് കുറച്ച് എന്നെ പറ്റിയെന്ന് അറിയാം. എല്ലാത്തിലും ഭയങ്കര ഒരു മാന്യൻ പോലെ ആയതുകൊണ്ട് ജെറിനിലേക്ക് ഞങ്ങൾ അങ്ങനെ ക്യൂട്ട്നെസ്സിൽ എത്തിയിട്ടില്ല, ഹാൻസം വരെ എത്തിയിട്ടുള്ളൂ. എന്നാലും ഇഷ്ടപ്പെട്ടില്ലേ ഇവരുടെ സ്കിറ്റ്? അതറിഞ്ഞാ മതി. ഇനി ശ്വേത ചേച്ചി. നന്നായിരുന്നു. എന്താ പറയാനുള്ളത്? നമുക്ക് നേരെ ബാറ്ററിയിലേക്ക് പോവാം. ബാറ്ററി പറയും ബാക്കി, അത്രേ ഉള്ളൂ. വാ ബാറ്ററി നോക്കാം. ഓക്കെ, യെസ്. സൂപ്പർ. 30,000 rupees ആണ് നേടിയിരിക്കുന്നത്. 30,000 രൂപ. ബാങ്ക് ഓഫ് ബോംബെ. യെസ്, തരുന്നു. ഒരു അമ്മ വേഷം കിട്ടി, ഒരു കാമുകിയുടെ വേഷം കിട്ടി, അല്ലേ? കൂട്ടുകാരനായി. അവ എല്ലാം കൂടെ ചേർന്നിട്ട് 30,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സന്തോഷമായില്ലേ? അപ്പൊ ഇന്നത്തെ ഹൈലൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് എന്നെ ഇവര് ഭയങ്കര നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്തു. താങ്ക് യു. എന്തോ എന്റെ അടുത്ത് പറഞ്ഞല്ലോ താഴെ നിന്ന് ഞങ്ങളെ കുഴപ്പിക്കാൻ എന്തോ ചോദ്യങ്ങളുമായിട്ടാ വന്നേക്കുന്നേന്നൊക്കെ. നിങ്ങളെ കുഴപ്പിക്കാൻ ഞങ്ങള് ഒത്തിരി ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ശരി, എന്നെ കുസൃതി ചോദ്യം മതി കേട്ടോ. ആ, ശ്രീവിദ്യ ചേച്ചിക്കുള്ളൊരു ചോദ്യ. മരണം വരുമൊരു നാളെല്ലാം മുൻകൂട്ടി കണ്ടു അല്ലേ? അവളൊരു കുസൃതിയായിട്ട് എടുത്തോളൂ. ചേച്ചിയെ കൊണ്ട് ഞാൻ 7 പറയിപ്പിക്കാൻ പോവാ. അത് സിമ്പിൾ അല്ലേ? ചേച്ചി പക്ഷെ പറയാൻ നോക്കല്ലേ. ഞാൻ സത്ത പറയത്തില്ല. അതായത് ചേച്ചിയെ കൊണ്ട് 7 പറയിപ്പിക്കും. ആ, ഒന്ന് എത്ര? കൂട്ടണോ ഗുണിക്കണോ? കൂട്ട്. 2 2 1 3 3 1. ഒരു മിനിറ്റ്. 3 4 4 4 8 8 8 16 16 6 ഉറക്കിയേ. ഒരു മിനിറ്റ്. 16 10 10 4 ഉറക്കിയേ. 6 ദൈവം പറഞ്ഞു. ഇല്ല, 7 എന്ന് പറയാൻ. ഇപ്പൊ 7 എന്ന് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ ചോദ്യങ്ങൾ? ഇല്ല, നമുക്ക് തിരിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടുന്നുണ്ടോ ചോദ്യങ്ങൾ? ശ്രീവിദ്യ ചേച്ചിയുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ. ഏതെങ്കിലും ചോദ്യം ഉണ്ടോ പിള്ളേർക്ക് തിരിച്ചു കൊടുക്കാൻ? ഞെട്ടില്ല വട്ടയില്ല. പപ്പടം. ആളകിടക്കം കയറോടും. മത്തങ്ങ. മുട്ടുന്ന ചെപ്പിന് അടപ്പില്ല. കിണറ്. 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാണം. ചൂല്. നോട്ട് ബാഡ്, യാ ഗുഡ്. ചേച്ചി നമ്മളിവിടെ നിക്കണോ?
ഞാൻ ഇവിടുത്തെ ആളെ അല്ല. അല്ലല്ലോ വാനിഷായി. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. ഇനി കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഇവിടെ വരണം. അവരോട് ചെന്നിട്ട് എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. എന്ത് പറയും? ശ്വേത ചേച്ചി, എലീന ചേച്ചി, കുട്ടി അഖില്, പിന്നെ ശ്രീവിദ്യ, ഡയന ഒക്കെ അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. ഒരാഗ്രഹമുണ്ട്. ഒരാഗ്രഹം. ആ ഒരു കുഞ്ഞിന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ആഗ്രഹമാണോ? അതെന്നാ കേക്കട്ടെ. ഞങ്ങളുടെ ടീച്ചർമാർക്ക്, ഞങ്ങളുടെ സ്കൂളിലുള്ള ഞങ്ങളുടെ പേരൻസിനൊക്കെ ഒരു ഹായ്. എല്ലാവർക്കും ഒരു വലിയ ഹായ്. കാടുമുറി CMS LPS സ്കൂളിലെ എല്ലാവർക്കും കോമഡി മാസ്റ്റേഴ്സ് ടീമിന്റെ ബിഗ് ഹായ്. ഹായ്. ശ്വേത ചേച്ചിട്ട് വരെ ഒരു ഫ്ലൈങ് കിസും കൊടുത്തു ചേച്ചി. അയ്യോ നാണം വന്നു. സന്തോഷായില്ലേ? ഇനി ഇതാ ശ്വേത ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്. എന്താ നമുക്ക് ചോദിക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ ഇവിടെ ഈ വേദിയിലെ ഒരു ലാസ്റ്റിൽ ഒരു ഭയങ്കര ബമ്പർ ആയിട്ടൊരു ആഘോഷമാണ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ഇന്നത്തെ മെയിൻ ആരാണ്? യൂഷ്വലി നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ അവർ ഒന്നുമല്ല എന്ന് ഇന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ നമ്മളുടെ കുട്ടികളാണ്. നിങ്ങളാണ് ഇന്നത്തെ താരം. ഇന്നത്തെ മെയിൻ നിങ്ങളാണ്. അങ്ങ് നോക്കിക്കോ. ഇപ്പൊ ശ്വേത ചേച്ചി ആ ക്രൗഡായിട്ട് വരുന്നുണ്ടോ? ഒരു രാജാവിനെ ഞങ്ങൾക്ക് ഇന്നത്തെ മെയിൻ നിങ്ങൾ എല്ലാവരുമാണ്. ശരിക്കും ഇതിന്റെ ക്രെഡിറ്റ് പോകുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഹെഡ് മാസ്റ്ററിനും ടീച്ചേഴ്സിനും ഫുൾ മാനേജ്മെന്റിനുമാണ്. ഇനി ക്രൗൺ വെച്ച് നിങ്ങളുടെ ആ ഒരു നടത്തമാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. സോ ഐ വാസ് റെഡി. ഓക്കെ, മ്യൂസിക്. ഇനി ഒരു സമ്മാനം കൂടെ തരട്ടെ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട് നിങ്ങൾക്ക്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഹാപ്പി ആയില്ലേ? ഹാപ്പി. അപ്പൊ ഇനി നമ്മൾ കാണുമോ? എല്ലാരോടും അന്വേഷണമൊക്കെ പറയണേ. ഞങ്ങളെ ഇഷ്ടമായോ? ഇഷ്ടമായി. എന്നാ നമുക്കൊരു മ്യൂസിക് ഇട്ട് ടാറ്റയ്ക്ക് പറഞ്ഞു പോയാലോ? ബൈ പറയാം. 1 2 3 ബൈ ബൈ.